പാല റിവർവ്യൂ റോഡിലൂടെ എത്തുന്ന ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ വലിയ പാലത്തിന്റെ അടിയിൽ കുടുങ്ങുന്നത് പതിവാകുന്നു. മുന്നറിയിപ്പായി സ്ഥാപിച്ച കമാനവും ഫലപ്രദമാകുന്നില്ലെന്നാണ് അഭിപ്രായം വരുന്നത്. കമാനത്തിന്റെ അടിയിലൂടെ കടന്നു പോകുന്ന വലിയ വാഹനങ്ങളും പാലത്തിന്റെ അടിയിൽ കുടുങ്ങുന്ന സാഹചര്യത്തിൽ പാലത്തിന്റെ ചുവട്ടിലെ ഉയരത്തിനനുസരിച്ച് കമാനത്തിന്റെ ഉയരവും പാലവും ഏകീകരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം വരുന്നത്. റിവർവ്യൂ റോഡിലൂടെ കടന്നു പോകുന്നതിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് പാല വലിയ പാലത്തിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നതിന് മുന്നറിയിപ്പായി കമാനം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ല. പാല ടൗൺ ഹാളിന് സമീപമാണ് വലിയ പാലത്തിൻ്റെ അടിഭാഗത്തുകൂടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മുന്നറിയിപ്പായി ഇരുമ്പ് കുഴലുകൾ കൊണ്ട് കമാനം സ്ഥാപിച്ചിരിക്കുന്നത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ ഈ കമാനത്തിനടിയിലൂടെ കടന്നു പോകാൻ സാധിച്ചാൽ വലിയ പാലത്തിനടിയിലൂടെ റിവർവ്യൂ റോഡിലൂടെ മുന്നോട്ട് പോകാമെന്നാണ് കണക്കാക്കുന്നത്. കമാനത്തിനടിയിലൂടെ കടന്നു പോകാൻ സാധിച്ചില്ലെങ്കിൽ തിരിഞ്ഞ് ടൗൺ ഹാളിന് മുന്നിലുള്ള വഴിയിലൂടെ തിരിഞ്ഞ് മറ്റു റോഡിലൂടെ പോകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഭാരം കയറ്റിയ വാഹനങ്ങളിൽ ചിലതിന് കമാനത്തിനടിയിലൂടെ കടന്നു പോകാൻ സാധിക്കുമെങ്കിലും വലിയ പാലത്തിനടിയിൽ കുടുങ്ങുകയാണ്. ഇത് ടൗണിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിന് ഇടയാക്കുകയാണ്. പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വാഹനങ്ങളിലെ ചരക്കുകൾ തട്ടി കുരുങ്ങുകയാണ്. കൂടാതെ വലിയ കണ്ടെയ്നർ വാഹനങ്ങളും കുരുങ്ങുന്നു. കമാനവും പാലവും തമ്മിലുള്ള പൊക്കം ഏകീകരിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കുരുങ്ങുന്നതെന്ന് പൊതുപ്രവർത്തകനായ ജോയി കളരിക്കൻ പറയുന്നു. പാലത്തിൻ്റെ അവിടുത്തെ ഭാരവാഹനങ്ങൾ, ലോഡ് കയറ്റി വരുന്ന ഭാരവാഹനങ്ങൾ, ഹെവി ഭാരവാഹനങ്ങൾ പാലത്തിൻ്റെ അടി തട്ടാതിരിക്കുവാൻ വേണ്ടി മുൻകരുതലായിട്ട് ഒരു അറിയിപ്പ് നിലയിൽ പാല ടൗൺ ഹാളിൻ്റെ സമീപത്ത് ഒരു പൈപ്പ് ഇങ്ങനെ വിലങ്ങി പിടിപ്പിച്ചിട്ടുണ്ട്. ആ പൈപ്പ് പിടിപ്പിച്ചിരിക്കുന്നത് പാലത്തിന് അടിഭാഗത്തുള്ള കണക്കിലല്ല പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു ചെന്ന് പാലത്തെ ചെന്ന് മുട്ടി പല പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഈ സമീപകാലത്ത് തന്നെ ഒരു വണ്ടി, ലോഡും വണ്ടി വന്നിട്ട് പാലത്തിൻ്റെ അടിഭാഗം തട്ടി അങ്ങനെ നിന്നുപോയി. പിന്നെ അനവധി ട്രാഫിക് പ്രശ്നങ്ങളുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഇത് പൊറോട്ട എടുത്ത് ടൗൺ ഹാൾ വരെ തിരിച്ച് അവിടെ പാലത്തിൻ്റെ അവിടെ മുതൽ റിട്ടേണായിട്ട് പൊറോട്ട വന്ന് ഇവിടെ അന്നത്തേക്കും പാലയിലെ അവിടെ മൊത്തം ബ്ലോക്കായി. ഒന്നെങ്കിൽ അപ്പോൾ അവിടെ മുന്നറിയിപ്പായിട്ട് കൊടുത്തേക്കുന്ന ഭാഗത്ത് ആ താഴത്ത് പാലത്തിൻ്റെ അടി ലോഡ് കടന്നു പോകുന്ന ആ അവസ്ഥയിൽ കൃത്യമായി കണക്കാക്കി ഇവിടെ മുന്നറിയിപ്പ് കൊടുക്കുക. കൃത്യമായി അതുകൂടാതെ തന്നെ മുന്നറിയിപ്പായിട്ട് ഒരു ബോർഡ് സ്ഥാപിക്കണം. ദൂരെ നിന്ന് വരുന്ന അന്യ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അവർക്കാണ് ഇത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടൗണിനെക്കുറിച്ചോ ഈ ടൗണിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ മേലാത്ത ഡ്രൈവർമാർ ഈ ബൈപ്പാസിലൂടെ ഈ റിവർ റോഡിൽ കടന്നു പോകുമ്പോഴാണ് അവർക്കൊണ്ട് ആ ദുരിതങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്ര അടിയന്തരമായി തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നുള്ള പാലാ പൗരാവകാശ സമിതി ആവശ്യപ്പെടുകയാണ്. ചരക്ക് വാഹനങ്ങൾ കുരുങ്ങുന്നതിനാൽ റിവർവ്യൂ റോഡിലെ ഗതാഗതം നിശ്ചലമാകും. വാഹനങ്ങൾ പ്രധാന റോഡിലൂടെ തിരിഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോൾ നഗരം മൊത്തത്തിൽ ഗതാഗതക്കുരുക്കിലാവും. വലിയ പാലത്തിൻ്റെ അടിഭാഗത്ത് ഭാരം കയറ്റിയ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അല്ലാത്തപക്ഷം മുന്നറിയിപ്പിനായി സ്ഥാപിച്ചിരിക്കുന്ന കമാനത്തിൻ്റെ ഉയരമെങ്കിലും ക്രമീകരിച്ചില്ലെങ്കിൽ പാലത്തിൻ്റെ അടിയിൽ വാഹനങ്ങൾ കുരുങ്ങുന്നത് പതിവ് കാഴ്ചയായി തുടരും. അടുത്ത നാളുകളിൽ നിരവധി വലിയ വാഹനങ്ങൾ പാലത്തിൻ്റെ അടിയിൽ കുടുങ്ങിയിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.